നമസ്കാരം. വിദ്യാർത്ഥി സമരം ഒരു പാചകക്കുറിപ്പ് കാണാം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ പാർട്ടിയുടെ ദക്ഷിണ കന്നഡ തീപ്പൊരി നേതാവ് നളിൻ കുമാർ കട്ടയിലിൻ്റെ പ്രസംഗം കന്നഡയിൽ. പ്രസംഗിച്ച് കേസ് വിളിച്ചു വരുത്തുന്ന ഈ നേതാവിൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ പാർട്ടിയിൽ ബഹുഭാഷാ പണ്ഡിതനായ കെ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രസംഗം പരിഭാഷപ്പെടുത്തി ക്ഷീണിച്ചതിനാൽ സുരേന്ദ്രൻ അധികം ഹിന്ദി പരിഭാഷയ്ക്ക് പിന്നീട് ശ്രമിച്ച് കണ്ടിട്ടില്ല. ജന്മം കൊണ്ട് കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ചന്ദ്രഗിരി പുഴയ്ക്ക് അക്കരക്കാരനാണ്. കന്നഡ മാതൃഭാഷയായ ഭാഷാന്യൂനപക്ഷക്കാരായ വോട്ടർമാർ ഏറെയുള്ള മഞ്ചേശ്വരത്ത് വിജയത്തിൻ്റെ വക്കുവരെ എത്തിയതാണ്. കന്നഡ പച്ചവെള്ളം പോലെ അറിയാം, പരിഭാഷപ്പെടുത്തുക തന്നെ. നളിൻജിയെ ഉദ്ഘാടന പ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ കെ സുരേന്ദ്രൻ പരിഭാഷ. ಭಾರತದಲ್ಲಿ ಎರಡನೇ ಸರ್ಜಿಕಲ್ ಸ್ಟ್ರೈಕ್. ದೆಹಲಿಯಲ್ಲಿ ನರೇಂದ್ರ ಮೋದಿಯವರು ಮಾಧ್ಯಮಗಳ ಮುಖಾಂತರ ಮಾತನಾಡುವುದರ ಮುಖಾಂತರ ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ಆರ್ಥಿಕ ಭಯೋತ್ಪಾದನೆಗೆ ಸರ್ಜಿಕಲ್ ಸ್ಟ್ರೈಕ್ ಅನ್ನು ಮಾಡುವಂತ ಘೋಷಣೆಯನ್ನ ಮಾಡಿದರು. ഭാരതത്തിൽ രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് ദില്ലിയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 8-ാം തീയതി നടന്നു. സാമ്പത്തിക ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള കടന്നാക്രമണമാണ് ശ്രീ നരേന്ദ്രമോദി ആ ദിവസം നടത്തിയത്. ಮೊತ್ತ ಮೊದಲ ಬಾರಿಗೆ ಅಮೆರಿಕದ ಚುನಾವಣೆಯಲ್ಲಿ ಅಮೆರಿಕದ ಅಭ್ಯರ್ಥಿಯಾಗಿರ್ತಕ್ಕಂಥ ಟ್ರಂಪ್ ಹೇಳಿದರು, ಅಮೆರಿಕದ ಜನತೆ ನೀವು ನನಗೆ ಮತವನ್ನು ಹಾಕಿದ್ರೆ ಭಾರತದ ನರೇಂದ್ರ ಮೋದಿ ಅವರ ಸಬಕಾ ಸಾಥ್ ಸಬಕಾ ವಿಕಾಸ ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. ಆದರೂ ಕೇರಳದ ನೀವು ನಿದ್ದೆಯಲ್ಲಿದ್ದೀರಲ್ಲ, ಕೇರಳದ ನೀವು ನಿದ್ದೆಯಲ್ಲಿದ್ದೀರಲ್ಲ. കേരളത്തിൽ ನೀವು കാണുന്നുണ്ടല്ലോ, ಅಮೆರಿಕದ ಜನ ತಪ್ಪಾಳಿ ತಟ್ಟಿದ್ದಾರೆ, ಕೇರಳದ ಜನ ನಿದ್ದೆಯಲ್ಲಿದ್ದಾರೆ. അമേരിക്കൻ ജനത തെറ്റ് ചെയ്യുന്നത് എന്താ? ಕೇರಳದ ನೀವು ನಿದ್ದೆಯಲ್ಲಿದ್ದೀರಲ್ಲ. എവിടെ ഇയാൾ എന്തായി കാണിക്കുന്നത്? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഒറ്റ കീറ് വെച്ചതാണല്ലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ಮನಸ್ಸಿಲೆಯಲ್ಲೇ ಮೋದಿಯ ಹೆಸರು ಅಮೆರಿಕದಲ್ಲಿ ಕೇಳಿದಾಗ അമേരിക്കയിൽ ട്രംപ് നരേന്ദ്രമോദിയുടെ പേര് പറയുമ്പോൾ ജനം കൈയടിക്കുമ്പോൾ, ഈ കേരളത്തിൽ എന്താണ് മോദിയുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ഉറക്കം നടിക്കുന്നത്, കൈയടിക്കാത്തതെന്നാണ് ചോദിച്ചത്. കേരളಕ್ಕೆ സാമാജിക ന്യായವನ್ನು ಕೊಡುವ ಪಕ್ಷವಾಗಿ ಬೆಳೆಯೋಣ. ಅಭಿನಂದನೆ. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ബി.ജെ.പിയെ വളർത്താൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ ശാപമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. സ്വാശ്രയ കോളേജുകളിലെ പുകയുന്ന വിദ്യാർത്ഥി പ്രശ്നം മറ്റു കോളേജുകളിലേക്കും പടരുകയാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ലോ അക്കാദമി ലോ കോളേജിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സംയുക്തമായി പ്രക്ഷോഭത്തിലാണ്. പാചക വിദഗ്ധയും പ്രമുഖ ടെലിവിഷൻ അവതാരകയും കൂടിയായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാണ് ആവശ്യം. AISF, KSU, MSF വിദ്യാർത്ഥി സംഘടനകളാണ് ആദ്യം സമരം തുടങ്ങിയത്. SFI സമരരംഗത്തെത്തിയതോടെ സമരം കോളേജിന് പുറത്തേക്കും പടർന്നു. കേരളത്തിലെ ഒരുവിധം എല്ലാ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും നേതാക്കളെ സംഭാവന ചെയ്തിട്ടുള്ള കോളേജിൽ മാനേജ്മെൻറ്റും വിദ്യാർത്ഥി സംഘടനകളും തമ്മിലുണ്ടായിരുന്ന നല്ല ബന്ധം തെറ്റിയത് എപ്പോഴാണ് എന്നറിയില്ല. കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭരണകക്ഷി ബന്ധം വേറെയും. എന്തായാലും SFI സഖാക്കളും പോലീസും തമ്മിലുള്ള അന്യോന്യം കൊഴുത്ത് തെരുവ് യുദ്ധമായി മാറി കഴിഞ്ഞ 15-ന് തിരുവനന്തപുരത്ത്. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ സമരം, നിങ്ങൾക്കെന്താ ഞങ്ങളുടെ പോലീസേ എന്ന മട്ടിലായിരുന്നു പോലീസ് SFI ഏറ്റുമുട്ടൽ. സ്വാദിഷ്ടമായ ഒരു ഇഷ്ടവിഭവത്തിന് പ്രിൻസിപ്പൽ ഒരുക്കുന്ന ഒരു പാചകക്കുറിപ്പ് പോലെ എല്ലാ ചേരുവകളും നിറഞ്ഞത്. ഇപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള തോന്നലുകളാണ്. കാര്യം നാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഭക്ഷണ സംസ്കാരം തന്നെയാണ്, നമ്മുടെ നാടൻ വിഭവങ്ങൾ. പക്ഷേ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു നാടൻ ടച്ചുള്ളൊരു കാര്യം തന്നെയാണ്. ഇതൊരു തവ ചിക്കൻ.
അപ്പോൾ നമ്മളുടെ തവ ചിക്കൻ തയ്യാറാക്കി തുടങ്ങാം. തവ ചിക്കൻ വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാണ്. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. ഈ തവയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചൂടാകാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ ചൂടായി കഴിഞ്ഞാലും കളിപ്പ് കട്ടക്കളിപ്പ് കളിപ്പ് കട്ടക്കളിപ്പ് പറക്കും പാറിപ്പറക്കും ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ് പറക്കും പാറിപ്പറക്കും. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി അതിൽ കിടന്ന് തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ തെളിഞ്ഞ് കാണുന്നതൊക്കെ അതിൻ്റെ എണ്ണയാണ്. കണ്ടല്ലോ, നല്ലൊരു മണം ഇപ്പോഴേ വരുന്നുണ്ട്. പറക്കും പാറിപ്പറക്കും ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ് കളിപ്പ് കട്ടക്കളിപ്പ് കണ്ടാൽ ഭയക്കും ചോരനരിക്കും കളിപ്പ്. ചൂടായി കിടക്കുന്ന കല്ലിൽ കിടന്ന് ഇങ്ങനെ മുക്കുക ചെറുതായിട്ട്. ഞാനൊന്നു തള്ളി അവർ എന്നെയും തള്ളി 40 പേരും ഒന്നിച്ചു തള്ളി. ഞാനൊന്നു തള്ളി അവർ എന്നെയും തള്ളി 40 പേരും ഒന്നിച്ചു തള്ളി. ഇപ്പൊ കല്ല് നല്ല ചൂടായി കിടക്കുകയാണേ, അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കും. ഞാനൊന്നു തള്ളി അവർ എന്നെയും തള്ളി 40 പേരും ഒന്നിച്ചു തള്ളി. സ്വാദാണ്. കാര്യം ഇങ്ങനെ ഒരു ഇരുമ്പ് കല്ലിൽ കിടന്ന് ഈ കാര്യങ്ങളെല്ലാം വേകുന്നതിന് ഒരു പ്രത്യേക രുചിയാണ്. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഞാനൊന്നു തള്ളി അവർ എന്നെയും തള്ളി 40 പേരും ഒന്നിച്ചു തള്ളി. നമ്മുടെ തവ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തവയിൽ 2 കൊട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ മെറ്റൽ ശബ്ദം കേൾക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. നല്ല ഇരുമ്പിൻ്റെ തവയാണ്, എന്നാൽ കാണാൻ വളരെ മനോഹരമാണ്. ഈ സൗന്ദര്യം പോലെ തന്നെയാണ് അതിൻ്റെ സ്വാദും. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, ഒരുപാട് ചേരുവകളൊന്നുമില്ല. പിന്നെ ആ ഒരു ചൂടായി കിടക്കുന്ന ഒരു തവയിൽ കിടന്നുണ്ടാകുന്ന സ്വാദം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സ്വാദാണ്. പിന്നെ എരിവൊക്കെ ഇതിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ എരിവ് ക്രമീകരിച്ച് ചെയ്യുക.
CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അളന്നു മുറിച്ചു മാത്രം പറയുന്ന നേതാവാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോലാഹലമുയർത്തിയ ബാർക്കോഴ അഴിമതി കേസിൽ വിജിലൻസിന് വേഗം പോരാ എന്നാണ് CPIയുടെ പരാതി. ഈ സർക്കാരിലെ ചില മന്ത്രിമാർക്കെതിരായ കേസുകളിൽ വിജിലൻസിന് അമാന്തമെന്ന് പ്രതിപക്ഷവും പറഞ്ഞല്ലോ. അതായത് വിജിലൻസിന് മൊത്തത്തിൽ ഒരു മന്ദത പിടികൂടിയിരിക്കുന്നു. അതോ വിജിലൻസ് മെല്ലെപ്പോക്കിലാണോ? വിജിലൻസിന് വേഗത പോരാ എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന കേസുകളാണ് മുൻ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണിക്കെതിരായിട്ടുള്ള ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഒച്ച കഴിയുന്ന വേഗത മാത്രമേ അതുപോലെയുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് വിജിലൻസിന് ഉണ്ടാകുന്നുള്ളൂ എന്നത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എട്ട് മാസക്കാലമായിട്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും സജീവമായി ഉയർന്നു വന്ന ഈ അഴിമതി ആരോപണങ്ങൾക്ക് എതിരെയുള്ള അന്വേഷണത്തിൻ്റെ വേഗത ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയാണ്. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. ബാർക്കോഴ പ്രശ്നത്തിൽ ഒരു ഒത്തുകളി പോലും PC ജോർജ് സംശയിക്കുകയാണ്. വിജിലൻസിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടില്ല എന്ന് പിണറായി ആണയിട്ട് പറഞ്ഞിട്ടും PC ജോർജിന് ബോധ്യപ്പെടുന്നില്ല. ഇടപെടാൻ ധൈര്യം കാണിക്കണമെന്നാണ് പിണറായിയോട് ജോർജിൻ്റെ ആവശ്യം. JK തോമസ് ചുമലക്കാടും മഞ്ഞക്കാടുമായിട്ട് ഓടി നടക്കുന്ന മാന്യനാണെന്ന് പറഞ്ഞ മനുഷ്യനെ ചുറ്റിച്ചു വെച്ചിരിക്കുന്ന ആളാണല്ലോ JK തോമസ്. അഴിമതിക്കെതിരെ പോരാടുന്ന വലിയ തമ്പുരാനാണെന്ന അദ്ദേഹത്തെ പറ്റിയുള്ള പ്രചരണം. അയാള് മഞ്ഞക്കാടും ചുമലക്കാടും ചോന്നുകൊണ്ട് നടക്കാന്നാ പറയും. ഈ കള്ളക്കളിക്ക് കൂട്ടാരാണ് അതറിയണം. ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം എന്താണ് അറിയണം. പിണറായി വിജയൻ അഴിമതിക്കെതിരെയാണെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തെളിയിക്കാനുള്ള അവസരമായി പിണറായി സഖാവ് ഈ കേസിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കത്തിൽ വിജിലൻസിൽ ഇപ്പോൾ സർക്കാരിൻ്റെ പിൻസീറ്റ് ഡ്രൈവിംഗ് ഇല്ല എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് PC ജോർജും. വിജിലൻസ് ഡയറക്ടർക്ക് സ്പീഡ് പോരാ, വേഗം കൂട്ടണമെങ്കിൽ പിൻസീറ്റ് ഡ്രൈവിംഗ് തന്നെ വേണം. ഹൈക്കോടതിയിൽ മാണിയുടെ കേസ് സംബന്ധമായ സ്റ്റേറ്റ്മെൻ്റ് അടിസ്ഥാനത്തിൽ മാണിയുടെ കേസ് വരുമല്ലോ. ആ കേസ് വരുമ്പോൾ 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു വിജിലൻസോട്. ഈ JK തോമസ് എന്ന് പറഞ്ഞ ഈ ചുമലക്കാടുകാരനും മഞ്ഞക്കാടും അയാൾ പച്ചക്കാടും ഒക്കെ ചുവന്നുകൊണ്ട് നടക്കല്ലേ, അയാൾ ആ കാടും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ പോയി നിൽക്കും. അയാൾ റിപ്പോർട്ട് കൊടുത്തൊരു കാര്യമുണ്ടോ? നാളെ ഇത്രയായി, കേസ് അറിയണ്ടേ, ചെയ്തിട്ടില്ല, അന്വേഷണ റിപ്പോർട്ട് മാറ്റിയിട്ടില്ല. ഇയാൾ എന്താ ചെയ്യുക? ഇയാൾക്ക് ചെറിയാണോ പണി? ഈ DGP എന്ന് പറയുന്ന നമ്മുടെ വിജിലൻസ് ഡയറക്ടർക്ക് അയാൾക്ക് എന്താ പണി? നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണോ എൻ്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ മുറവിളിയാണ് ഇപ്പോഴത്തെ പ്രശ്നം. കിട്ടുന്ന തെളിവുകളും എത്തിച്ചേരുന്ന നിഗമനങ്ങളും വെച്ച് അവർ അന്വേഷിക്കട്ടെ. വിജിലൻസ് തത്ത കൂട്ടിലാണോ പുറത്താണോ എന്ന് അന്വേഷിച്ച് വളരെ കാലത്തിനു ശേഷം അല്പം ശുദ്ധവായു ശ്വസിക്കുന്ന തത്തയെ കൊല്ലാതിരുന്നാൽ മതി. പിണറായി ഉദ്ദേശിച്ചത് ഇടവേളയ്ക്ക് ശേഷം. പുരോഗമന മുന്നേറ്റങ്ങൾക്ക് എന്നും ചാലകശക്തിയായി നിൽക്കുന്നവരാണ് കലാകാരന്മാരും എഴുത്തുകാരും. എന്നാൽ അത്തരം സമീപനങ്ങൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലം കൂടിയാണിത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്.